എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത് ഗഡുവിനും ലഭിക്കാനായിട്ട് നമുക്ക് ഫാർമർ ഐ ഡി വേണമെന്നുള്ളത് കേന്ദ്രം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പ്രകാരം തന്നെ നിങ്ങൾ കൃഷി ഓഫീസിലും അക്ഷയയിലും ഓൺലൈനായിട്ടും ഒക്കെ ഫാർമർ ഐ ഡി എടുത്തിട്ടുള്ളവരാണ് എല്ലാവരും. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് റിജക്റ്റ് എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് പല റീസണാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നെയിം മിസ്മാച്ച്, ഐഡന്റിഫയർ നെയിം മിസ്മാച്ച്, തണ്ടപ്പേര് മിസ്മാച്ച് എന്നൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ നിരവധി റിജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ ഒരു ഫാർമർ ഐ ഡി ജനറേറ്റ് ആയിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു ഫാർമർ ഐ ഡി വേണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഫാർമർ ഐ ഡി അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. റിജക്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ തെറ്റല്ല. കാരണം PM കിസാനിൽ കൊടുത്തിരിക്കുന്ന ഭൂമി തന്നെയാണ് നിങ്ങൾ വെരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. കാരണം ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി എടുക്കുന്ന സമയത്ത് നമ്മുടെ ആധാർ നമ്പർ, ഫോൺ നമ്പർ, കരമടച്ച രസീത്, ഈ ലാൻഡ് ടാക്സിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ, സബ് ഡിവിഷൻ നമ്പർ, ഇത്തരം കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ റവന്യൂ സെക്ഷൻ ചെക്ക് ചെയ്ത് നമ്മുടെ ഫാർമർ ഐ ഡി ആഡ് ചെയ്യുന്നത്. മീൻസ് ഫാർമർ ഐ ഡിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭൂമി ആഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ഭൂമി തന്നെയാണ്. അതിനകത്ത് റവന്യൂ സെക്ഷനകത്ത് പല പേരുകളുണ്ടാവും. കാരണം നേരത്തെയുള്ള കാലത്ത് കൊടുത്തിരിക്കുന്ന പേരുകളൊക്കെ മിസ്മാച്ച് ആയിരിക്കാം. കാരണം ഡേറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് അവർക്ക് പറ്റിയ തെറ്റാവാം. അതല്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് നിങ്ങൾ ഭൂമി വാങ്ങിച്ചിട്ടുള്ളതിൻ്റെ അപ്പൻ്റെ പേരിലോ അങ്ങനെയൊക്കെ ആയിരിക്കാം അതിനകത്ത് വന്നിരിക്കുന്ന ഐഡന്റിഫയർ നെയിം. അതൊരിക്കലും നമുക്കിപ്പോൾ തിരുത്താനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ആധാർ തിരുത്താനോ ഒന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ നിലവിൽ എന്താണോ അവിടെ കാണിച്ചത് നിങ്ങളുടെ ഭൂമി തന്നെ ആയിരിക്കണം. അത് നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഫാർമർ ഐ ഡി എൻറോൾമെന്റ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഫാർമർ ഐ ഡി അവിടെ ജനറേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് PM കിസാൻ്റെ ആവശ്യത്തിനാണെങ്കിൽ അല്ലെങ്കിൽ KCC ലോണിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ നിങ്ങളുടെ ഫാർമർ ഐ ഡി അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇതൊന്നും നമ്മുടെ തെറ്റുകളൊന്നും കൊണ്ടല്ല ഇവിടെ നമുക്ക് മിസ്മാച്ച് വരുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന റിജക്ഷൻ വരുന്നത് നമ്മുടെ ഒരു കാര്യത്തിൽ തന്നെ 2 പേര് ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു മിസ്മാച്ച് നമുക്ക് ഉണ്ടാവാം. കാരണം നമ്മുടെ ഭൂമി ഒരാളുടെ പേരിൽ തന്നെ ആവണമെന്നുള്ളത് കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് 2 പേര് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ മിസ്മാച്ച് വരാം. പക്ഷേ നമുക്ക് 2 സെക്ഷനായിട്ട് തന്നെ അവിടെ പേര് റവന്യൂ സെക്ഷനിൽ കാണുന്നുണ്ടെങ്കിൽ ഈ 2 പേരെ ആഡ് ചെയ്യാതെ അതിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ആളെ മാത്രം മാർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫാർമർ ഐ ഡി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് യാതൊരു വിഷയങ്ങളും അവിടെ ഉണ്ടാവുന്നതല്ല. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അപ്പോൾ നിലവിൽ റിജക്റ്റ് വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫാർമർ ഐ ഡി അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടോ നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ നമ്മുടെ എൻറോൾമെന്റ് റിജക്റ്റ് വരുന്നത് നമുക്ക് അവിടെ എന്തെങ്കിലും നെയിം മിസ്മാച്ച് വരുന്നത് കൊണ്ട് തന്നെയാണ്. അതിപ്പോൾ നിരവധി ആൾക്കാർക്ക് 75% ആൾക്കാർക്കും നെയിം മിസ്മാച്ച് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ തെറ്റല്ല. റവന്യൂ സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന രേഖകളുടെ തെറ്റാവാം. അതല്ലെങ്കിൽ നമ്മുടെ പണ്ടുള്ള ആൾക്കാരുടെ മേടിച്ചിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ അപ്പനിൽ നിന്ന് കിട്ടുന്ന സമയത്ത് ഐഡന്റിഫയർ നെയിം അപ്പൻ്റെ പേരാവാം. അതൊക്കെ അതിനകത്ത് കുറേ വ്യത്യാസങ്ങളുണ്ടാവും. അതൊന്നും ഇപ്പോൾ നമുക്ക് റിജക്റ്റ് ആയെന്നും പറഞ്ഞ് ഓടി നടന്ന് ഇതൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും തന്നെയുമില്ല. നമുക്ക് നിലവിൽ ഫാർമർ ഐ ഡി ജനറേറ്റ് ആയിട്ടുണ്ടോ ഇത് മാത്രം നിങ്ങളവിടെ ശ്രദ്ധിക്കുക. അതായിട്ടുണ്ടെങ്കിൽ PM കിസാൻ സമ്മാൻ നിധി 21ാമത്തെ ഗഡു നിങ്ങൾക്ക് മുടങ്ങില്ല. അതുപോലെ തന്നെ നിരവധി ആൾക്കാർക്ക് 2018-19 കരമടച്ച് ഭൂമി നമുക്കിത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഡന്റിഫയർ വെരിഫിക്കേഷൻ ചെയ്യണമെന്നുള്ളത് ഈ 2 ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് നിരവധി ആൾക്കാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് 20ാമത്തെ ഗഡുവിനും അതിന് പ്രകാരം മുടങ്ങുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ കയറി എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ഫാമിലി KYC ചെയ്യേണ്ടി വരും. അത് ഡെമോ ഓതന്റിക്കേഷനാണ്. നിങ്ങളുടെ ഫാമിലി KYC ചെയ്ത് നിങ്ങൾ 2018-19 ഭൂമി അവിടെ സബ്മിറ്റ് ചെയ്ത് അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിനകത്ത് വരുന്നൊരു വിഷയം, ഈ ഒരു 2024 ആപ്ലിക്കേഷൻ കൊടുത്ത് ലഭിച്ചിട്ടുള്ളവരെല്ലാം പുതിയ ഒരു വെരിഫിക്കേഷനിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. കാരണം പുതിയ നിയമപ്രകാരം PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ലഭിക്കണമെങ്കിൽ അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ മറ്റു ബന്ധുക്കളിൽ നിന്നോ കിട്ടിയ ഭൂമിയായിരിക്കണം. ആ ഒരു വെരിഫിക്കേഷൻ കൊണ്ട് നിങ്ങൾ അവിടെ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് അവിടെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത് തന്നെ ഫാർമർ ഐ ഡി എന്നുള്ളത് തന്നെ ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് വളരെ ഒരു തലവേദന പിടിച്ചൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ലാൻഡ് വെരിഫിക്കേഷൻ എല്ലാം തന്നെ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നതാണ്. വീണ്ടും ഈ ഒരു ഫാർമർ ഐ ഡി എന്നൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർക്ക് അതിപ്പോൾ ടെൻഷനാണ്. അത് ഉൾപ്പെടാനാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വിഷയം കൂടെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് കയറി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലിയിലെ KYC ഹസ്ബൻഡിൻ്റെ വൈഫാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൊടുക്കണം, ഹസ്ബൻഡാണ് വൈഫിൻ്റെ കൊടുക്കണം. അതല്ല മറ്റ് ഗാർഡിയൻ ഇല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം കൊടുത്തുകൊണ്ട് തന്നെ 2018-19 ലാൻഡ് ടാക്സിൻ്റെ കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ മരണപ്പെട്ട് കിട്ടിയ ഭൂമിയാണെങ്കിൽ അതും അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ പുതിയ ആപ്ലിക്കേഷൻ നമുക്ക് അപ്രൂവൽ ആവുന്നുള്ളൂ. ആ ഒരു പ്രകാരത്തിലേക്കാണ് നിങ്ങളെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കും അവിടെ ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയും അങ്ങനെ ഇപ്പോൾ നിരവധി ആൾക്കാരും 2018-19 ഭൂമി വെച്ചുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത്. അത് പ്രകാരമാണ് നിങ്ങൾക്ക് 2-3 ഗഡുക്കളൊക്കെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവരിവിടെ പെട്ടുപോകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ട് മാത്രം, അല്ലാതെ ഓൺലൈനിൽ പെട്ടെന്ന് കയറി നിങ്ങൾക്കായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതി പെട്ടെന്ന് കയറി അതിനകത്തൊന്നും കാണിക്കരുത്. അത് എന്താണെന്ന് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ആ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാൻ ശ്രമിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്